2500 വർഷം പഴക്കമുള്ള മമ്മിയെ, ഈജിപ്ഷ്യൻ മമ്മിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. നമ്മളപ്പോൾ ആ ഒരു മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല നട്ടുച്ച വെയിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫ്രഷ് കരിമ്പിൻ ജ്യൂസിൽ അടിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് നിർത്തി. ജ്യൂസ് അടിച്ച് ഉന്മേഷഭരിതനായിട്ട് ആ മ്യൂസിയത്തിലേക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ബോംബെയിലെ പുരാതനമായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ കാഴ്ചകൾ കണ്ട് നടക്കുന്നത് തന്നെ നല്ല ഒരു വർത്തായിട്ടുള്ള കാര്യമാണ്. കാരണം അത്ര മനോഹരമാണ്, അത്ര കോസ്റ്റ്ലി കൂടിയാണ് ആ കൺസ്ട്രക്ഷനൊക്കെ. കാരണം ഒട്ടുമിക്കതും കൊത്തിയെടുത്ത പാറക്കല്ല് ഉപയോഗിച്ചാണ് ചുവരുകൾ പോലും പണിതിരിക്കുന്നത്. ഇതാണ് ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു സംഗ്രഹാലയ, അല്ലെങ്കിൽ മുംബൈയിലെ ഛത്രപതി മ്യൂസിയം. ഇതിലേക്ക് കയറാനായിട്ട് ഒരു ചെറിയ എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് ഒരു 150 രൂപയോളമാണ് ചിലവാകുന്നത്. നമ്മളപ്പോൾ 2 പേര്, ഞാനും എൻ്റെ കെട്ടിയോളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 300 രൂപയാണ് നമുക്ക് മൊത്തത്തിൽ ചിലവായുള്ളൂ. നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ തന്നെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര തുടരാവുന്നതാണ്. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ളത് കൊണ്ട് നമ്മളുടെ മൊബൈൽ മാത്രമേ നമ്മളുടെ കയ്യിൽ കരുതിയുള്ളൂ. ബാക്കിയെല്ലാം അവിടെ വെച്ചിട്ടാണ് നമ്മളുടെ യാത്ര. കയറുന്നിടത്ത് തന്നെ ബുദ്ധൻ്റെ തലയുടെ ഒരു വലിയ ഭീമാകാരമായ ഒരു ലോഹത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു ശില്പം കണ്ടുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പ് നമ്മളുടെ ഈ ഒരു എഫേർട്ടിന് ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കണ്ടാൽ നന്നായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് മ്യൂസിയത്തിലെ വിസ്മയങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് ദൂരം നടന്ന് എത്താനുമുണ്ട്, നടന്ന് കാണാനുമുണ്ട്, അവശതയാവാനുമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്നെ പ്രധാനമായും ഈ ഒരു മ്യൂസിയത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ആ 2500 വർഷം പഴക്കമുള്ള ആ ഒരു ഈജിപ്ഷ്യൻ മമ്മി തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിലുള്ളപ്പോൾ തന്നെ നമ്മൾ ഈജിപ്തിലൊന്നും പോകാതെ അത്രയും വർഷം പഴക്കമുള്ള ഒരു മമ്മിയെ തൊട്ടടുത്ത് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മമ്മി മാത്രമല്ല, അവിടെ നമുക്ക് കാണാനായിട്ട്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരുപാട് ഗംഭീര സംഭവങ്ങൾ, നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് പുരാതന കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സംഭവങ്ങൾ, ആയുധങ്ങളും യുദ്ധങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് പടക്കോപ്പുകളും ഒരുപാട് ഗംഭീര സംഭവങ്ങൾ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ എത്ര കണ്ടാലും മതി വരാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മമ്മി മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ഐറ്റംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററിയൊക്കെ ഒരുപാട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു 2 ദിവസം ഇവിടെ നടന്ന് കണ്ടാൽ പോലും തീരാത്ത അത്ര ഐറ്റംസ് ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു 2500 വർഷം പഴക്കമുള്ള ഈജിപ്ഷ്യൻ മമ്മി. മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്ന മരത്തിൻ്റെ പെട്ടിയും അതിനുള്ളിൽ തുണിയിൽ പൊതിഞ്ഞ അവസ്ഥയിൽ നമുക്ക് ആ മമ്മിയെയും കാണാം. ശരിക്കും നമുക്ക് ഒരു പ്രത്യേക ഫീലാണ് നമ്മളുടെ തൊട്ടടുത്ത് ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക. എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് പോയത് ദ മമ്മി സിനിമയാണ്. ഈജിപ്തിലെ പിരമിഡ്സാണ്, അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് കഥകളും ഒക്കെയാണ്. പിന്നെ ഈ മമ്മി പ്രദർശിപ്പിച്ചിരിക്കുന്നിടത്ത് തന്നെ ഒരു TV വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറ ചരിത്രങ്ങളും കഥകളും ഒക്കെ നമ്മളെ കാണിച്ചും പറഞ്ഞും മനസ്സിലാക്കി തരുന്നുണ്ട്. ഈജിപ്ഷ്യൻ മമ്മി മാത്രം കണ്ടിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറിനുള്ള കണ്ട് തീർത്ത് പെട്ടെന്ന് സ്ഥലം കാലിയാക്കി അടുത്ത സ്പോട്ട് പിടിക്കാം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അവിടെ എത്തിയത്. പക്ഷേ അതിലെ കാഴ്ചകൾ എന്നെ തീർച്ചയായിട്ടും ഹുക്ക് ചെയ്യുന്നതായിരുന്നു. മമ്മിയെപ്പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് അവിടുത്തെ ബാക്കി എല്ലാ കാഴ്ചകളും എന്നുള്ള കാര്യം ഞാൻ തൊട്ടടുത്ത് വന്ന നിസാര മിനിറ്റുകൾ കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച 50,000-ൽ പരം പ്രദർശന വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളും ഗുപ്ത, മൗര്യ, ചാലൂക്യ, രാഷ്ട്രകൂട ഭരണകാലങ്ങളിലെ ശില്പങ്ങളും മറ്റും ഇവിടെയുണ്ട്. 1904-ൽ മുംബൈയിലെ പൗരപ്രമുഖർ ചേർന്ന് വെയിൽസ് രാജകുമാരൻ്റെ സന്ദർശനത്തിൻ്റെ ഓർമ്മ നിലനിർത്താനായി ഒരു മ്യൂസിയം പണിയണമെന്ന് തീരുമാനിച്ചു. 1905 നവംബർ 11 വെയിൽസ് രാജകുമാരൻ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം ഓഫ് വെസ്റ്റേൺ ഇന്ത്യ എന്നായിരുന്നു ഇതിൻ്റെ ഔദ്യോഗിക നാമം. 1907 മാർച്ച് 1 കെട്ടിടം പണിയുവാനുള്ള ഭൂമി അനുവദിക്കപ്പെട്ടു. ഒരു തുറന്ന മത്സരത്തിന് ശേഷം 1909
ജോൺ വിറ്ററ്റ് എന്ന വാസ്തുശില്പിക്ക് ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കുവാനുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ടു. പിൽക്കാലത്ത് 1911 ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ രൂപരേഖ തയ്യാറാക്കിയതും ഇദ്ദേഹമാണ്. 1915 കെട്ടിടം പണി പൂർത്തിയായെങ്കിലും ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഈ കെട്ടിടം ഒരു ശിശുക്ഷേമ കേന്ദ്രമായും സൈനിക ആശുപത്രിയുമായും ഉപയോഗിക്കപ്പെട്ടു. പിന്നീട് 1920 മ്യൂസിയം കമ്മിറ്റിക്ക് ഇത് കൈമാറുന്നത്. 1922 ജനുവരി 10 അന്നത്തെ ബോംബെ ഗവർണറുടെ ഭാര്യ ലേഡി ലോയിഡ് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തു. 1998 ഇത് ഛത്രപതി ശിവാജി മഹാരാജ് വാസ്തു സംഗ്രഹാലയ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. മുഗൾ, മറാത്ത, ജൈന തുടങ്ങിയ വാസ്തുവിദ്യയുടെ മറ്റു ശൈലികളുടെ ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഇൻഡോ സാർസനിക് വാസ്തുവിദ്യയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മ്യൂസിയം കെട്ടിടത്തിന് ചുറ്റും ഈന്തപ്പനകളുടെ പൂന്തോട്ടവും ഔപചാരിക പുഷ്പക്കിടക്കകളുമുണ്ട്. പുരാതന ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഏകദേശം 50,000 പ്രദർശനങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കളും മ്യൂസിയത്തിലുണ്ട്. പ്രാഥമികമായി കല, പുരാവസ്തുശാസ്ത്രം, പ്രകൃതി ചരിത്രം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി തിരിച്ചിരിക്കുന്നു. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പുരാവസ്തുക്കളും ഗുപ്തർ, മൗര്യർ, ചാലൂക്യർ, രാഷ്ട്രകൂടർ എന്നിവരുടെ കാലം മുതലുള്ള പുരാതന ഇന്ത്യയിൽ നിന്നുള്ള മറ്റു അവശിഷ്ടങ്ങളും മ്യൂസിയത്തിലുണ്ട്. മ്യൂസിയം കെട്ടിടം നഗരത്തിലെ ഗ്രേഡ് 1 ഹെറിറ്റേജ് കെട്ടിടമാണ്. 1990 ഇന്ത്യൻ ഹെറിറ്റേജ് സൊസൈറ്റിയുടെ ബോംബെ ചാപ്റ്റർ പൈതൃക കെട്ടിട പരിപാലനത്തിന് 1ാം സമ്മാനം അർബൻ ഹെറിറ്റേജ് അവാർഡ് നൽകി. യോദ്ധാവ് രാജാവും മറാത്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനുമായ ശിവജി 1995 ബോംബെ എന്ന കൊളോണിയൽ നാമത്തിന് പകരം തദ്ദേശീയമായ മുംബൈ എന്ന് പേര് വന്നപ്പോൾ നഗരത്തിൻ്റെ പേര് മാറ്റിയതിന് ശേഷമാണ് മ്യൂസിയത്തിൻ്റെ പേര് ഛത്രപതി ശിവാജി മഹാരാജ് വസ്തു സംഗ്രഹാലയ എന്ന് പുനർനാമകരണം ചെയ്തത്. 3 ഏക്കർ ഏകദേശം 12,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് മ്യൂസിയം കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. പ്രാദേശികമായി ഖനനം ചെയ്ത ചാരനിറത്തിലുള്ള കുർള ബസാൾട്ടും ബഫ് നിറമുള്ള ട്രാസൈറ്റ് മലാഡ് കല്ലും കൊണ്ട് നിർമ്മിച്ച മ്യൂസിയം കെട്ടിടം. ഇത് 3 നിലകളുള്ള ചതുരാകൃതിയിലുള്ള ഘടനയാണ്. ഒരു അടിത്തറയിൽ ഒരു താഴികക്കുടം കൊണ്ട് മൂടിയിരിക്കുന്നു. ഇത് കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു അധിക നില ചേർക്കുന്നു. വെസ്റ്റേൺ ഇന്ത്യൻ, ഇൻഡോ സാരസനിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ ഒരു കേന്ദ്ര പ്രവേശന മണ്ഡപം ഉൾക്കൊള്ളുന്നു. അതിനു മുകളിൽ ഒരു താഴികക്കുടം ഉയർന്ന് താമര ഇതളുകളുടെ അടിത്തറയിൽ താങ്ങി നിർത്തിയ വെള്ള, നീല പാടുകളിൽ ടൈൽ പാകി നന്നായി പരിഷ്കരിച്ചു. മധ്യ താഴികക്കുടത്തിനു ചുറ്റും ചെറിയ താഴികക്കുടങ്ങളാൽ ചുറ്റപ്പെട്ട പിനാക്കിളുകളുടെ ഒരു കൂട്ടം. മുഗൾ കൊട്ടാര വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ബാൽക്കണികളും കൊത്തുപണികളുള്ള നിലകളും സഹിതമുള്ള ഇസ്ലാമിക് ഡോം പോലുള്ള സവിശേഷതകൾ ഈ കെട്ടിടത്തിൽ ഉൾക്കൊള്ളുന്നു. ഗോൽക്കൊണ്ട കോട്ടയുടെ താഴികക്കുടത്തിൻ്റെ മാതൃകയും ബീജാപൂരിലെ ഗോൾ ഗുംബസിൽ നിന്നുള്ള കമാനങ്ങളും നിർമ്മിച്ചു. മ്യൂസിയത്തിൻ്റെ ഉൾവശം 18ാം നൂറ്റാണ്ടിലെ വാടയുടെ അല്ലെങ്കിൽ ഒരു മറാഠ മാൻഷൻ്റെ നിരകളും വെയിലിങ്ങുകളും ബാൽക്കണിയും മറാത്ത ബാൽക്കണിക്ക് താഴെയുള്ള സെൻട്രൽ പവലിയൻ്റെ പ്രധാന ബോഡിയായ ജൈന ശൈലിയിലുള്ള ഇൻറ്റീരിയർ കോളങ്ങളും സംയോജിപ്പിച്ചിരിക്കുന്നു. സമീപകാല ആധുനികവൽക്കരണ പരിപാടിയിൽ 2008 മ്യൂസിയത്തിൻ്റെ ഈസ്റ്റ് വിങ്ങിൽ 5 പുതിയ ഗാലറികൾ, ഒരു കൺസർവേഷൻ സ്റ്റുഡിയോ, ഒരു വിസിറ്റിംഗ് എക്സിബിഷൻ ഗാലറി, ഒരു സെമിനാർ റൂം എന്നിവ സ്ഥാപിക്കുന്നതിനായി 30,000 ചതുരശ്ര അടി സൃഷ്ടിച്ചു. മ്യൂസിയത്തിൽ ഒരു ലൈബ്രറിയുമുണ്ട്. മ്യൂസിയത്തിൻ്റെ ചെറിയൊരു ചരിത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇതിലെ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി ആസ്വദിക്കുക.
മുംബൈയിലെ ഈ ഛത്രപതി ശിവാജി മ്യൂസിയത്തിലെ കാഴ്ചകൾ ഈ 15 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒന്നല്ല. വീഡിയോയുടെ ലെങ്ത് ഇനിയും നീണ്ടു പോകുമെന്നതിനാൽ ഞാൻ ബാക്കിയുള്ളവ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിൽ പ്രകൃതി ചരിത്ര വിഭാഗത്തിലെ ഒരുപാട് കാഴ്ചകൾ, അതായത് കാട്ടുപോത്തുകൾ, വന്യജീവികൾ, ഇവയൊക്കെ മനോഹരമായി സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗംഭീര കാഴ്ചകളും, പിന്നെ പുരാതന കാലത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന നാണയങ്ങൾ, ജ്വല്ലറികൾ എന്നിങ്ങനെയുള്ള മറ്റനവധി കാഴ്ചകളും അടുത്തു വരുന്ന വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസ് ഉടനടി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching.